ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എണ്ണമാങ്ങയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യമായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നല്ല വറ്റൽമുളക് ഇട്ടിട്ട് അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്ത് മാറ്റി വെക്കാം. വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി എണ്ണയിലോട്ടേക്ക് തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വറുത്തെടുക്കണം. ഏകദേശം ഇത് ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച വറ്റൽ മുളകും കറിവേപ്പിലയും ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി വീണ്ടും വെച്ചിട്ട് അതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. നമ്മളിവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച മാങ്ങയും വറുത്തും പൊടിച്ച് വെച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ അതിലോട്ടേക്ക് നേരത്തെ പൊടിച്ച് വെച്ച് കടുക് പൊടിയും പിന്നെ ഉലുവപ്പൊടിയും അതിനുശേഷം ആദ്യം നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. അതിനുശേഷം എരിവില്ലാത്ത കാശ്മീർ മുളകാണ്. അതിനുശേഷം കുറച്ച് കായപ്പൊടി ഇടാം. അതിനുശേഷം ആവശ്യത്തിന് കല്ലുപ്പിടാം. ഇനി നേരത്തെ മാറ്റി വെച്ച നല്ലെണ്ണ ഇതിലോട്ടേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കാം. ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല വായിൽ വെള്ളം ഊറുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഇനി നമ്മൾ ഇതിനായിട്ട് ഇട്ട് വെക്കുന്നത് ഒരു ഭരണിയാണ്. ഭരണിയിൽ എത്ര കാലം വരെ ഇട്ട് വെച്ചാലും ഒരു കേടുകൂടാതെ നമുക്ക് ഇട്ട് വെക്കാൻ കഴിയും. ഇതിൽ വർഷങ്ങളായിട്ട് വെച്ചാലും ഒരു കേടും വരത്തില്ല. ഇതിലൊരു വിനാഗിരിയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു എണ്ണമാങ്ങ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.